ഹലോ, വെൽക്കം വെൽക്കം വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മുടെ ലൊക്കേഷൻ ഹണ്ടിൻ്റെ സെക്കൻഡ് ഡേ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മളിനി അടുത്ത് എറണാകുളം വൈപ്പിൻ അങ്ങനെയുള്ള ലൊക്കേഷൻസ് നോക്കണം. ഇന്ന് നമ്മൾ വൈപ്പിനിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ടീം അവിടെ പുറത്ത് വെയിറ്റിംഗ് ആണ്. നമ്മളപ്പോൾ നേരെ ചെല്ലുന്നു. ഇന്ന് വൈപ്പിൻ മാക്സിമം നമ്മളെല്ലായിടും നമ്മുടെ ലൊക്കേഷൻ വേണ്ടി കവർ ചെയ്യാനാണ് പ്ലാന്. ഓക്കെ, എന്തായാലും ബെറ്റർ ആയിട്ടുള്ള ലൊക്കേഷൻ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ കാണാം. ഹലോ, അതല്ലേ ശരിയാണല്ലോ. ഞങ്ങള് സത്യം പറഞ്ഞ എല്ലാവരും രാജേട്ടാ ഒന്നുകൊണ്ട് നോക്കിയേ. ആ ശരിയാ, ആളും ബ്ലാക്ക് ആണ്. ഇവിടെ ഒരുത്ത ബ്ലാക്ക് ആണ്. ഞാനും ബ്ലാക്ക് ആണ്. അതെ, എല്ലാ പ്ലാനിങ്. അതെ, ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് വൈപ്പിൻ അപ്പൊ ഇന്ന് നമ്മൾ നേരെ വൈപ്പിൻ ഭാഗത്തേക്ക് വിടാം. വൈപ്പിൻ, പുതുവൈപ്പ്, എന്താ പറയുക, ഇടവനക്കാട്, അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ടല്ലോ. എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ബീച്ച് ഏരിയാസ് നമ്മൾ കവർ ചെയ്യുന്നു. ഇന്നലത്തെ കുറവ് നമ്മൾ ഇന്ന് നികത്തിയിരിക്കും. പോരെ? ഓക്കെ, അതെ, അത് തന്നെയുള്ളൂ. ഇന്ന് മാക്സിമം നമ്മൾ നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുക, കൺഫേം ചെയ്യുക. എന്താ പറയുക, ഇന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കും. ഓക്കെ, ഇന്ന് കണ്ടത്തിലിരിക്കും എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. നോക്കാം, കണ്ടത്തിലിരിക്കോ കണ്ടെത്തുവോ. കണ്ടത്തിലിരിക്കും. യെസ്, നമ്മളിങ്ങനെ വൈപ്പിൻ ബീച്ചിലെത്തിട്ടോ. വൈപ്പിൻ ബീച്ചിലെത്തി. ഇതാണ് വൈപ്പിൻ ബീച്ചിൻ്റെ സൈഡ്. എന്ത് രസം നോക്കിയേ. ഇവിടെ ആക്ച്വലി ഇത് കടലിൻ്റെ ഭാഗമൊന്നുമല്ല, ഇത് വെള്ളം കയറി കിടക്കുന്നതാണ്. നേരെ അവിടെയാണ് കടൽ. ഈ ഒരു ഏരിയ ഉണ്ട്, നല്ല ബോട്ട്സ് ഒക്കെ നിർത്തിയിട്ട് നല്ല അടിപൊളി കേട്ടോ. ഈ ഏരിയയിൽ ഇല്ല ഇല്ലെന്നാ പറഞ്ഞ നമുക്ക് ചെറായിലേക്ക് പോകാനാണ്. ആണല്ലേ, ഓക്കെ. ഇവിടെ നാട്ടുകാരോട് നമ്മൾ ചോദിച്ചപ്പോൾ ഈ ഏരിയയിൽ അങ്ങനത്തെ നമുക്ക് പറ്റിയ ലൊക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞു. അതായത് നമ്മൾ വൈപ്പിൻ സൈഡിൽ നിന്ന് വരെ ഇനി ചെറിയ റൂട്ട് പിടിച്ചിട്ട് ഇനി ഏതെങ്കിലും കറക്റ്റ് ഏതെങ്കിലും ഗ്യാപ്പ് കിട്ടുന്ന പോക്കറ്റ് റോഡ് ഗ്യാപ്പ് കടൽ സൈഡിലേക്ക് കിട്ടുന്ന ഏരിയയ്ക്ക് വേണം കയറുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഓ വെള്ളം തിരിച്ചുണ്ടോ? കറക്റ്റ് കിട്ടി കേട്ടോ, കറക്റ്റ് കിട്ടി. നമ്മളിപ്പോൾ ഇത് ചെറയിലേക്കുള്ള റൂട്ടിലായിരുന്നു നമ്മൾ. അപ്പോൾ ചെറയിന്ന് ജസ്റ്റ് അതെ, ഇങ്ങനെ കടൽത്തിരമാല ഉള്ള സ്ഥലത്ത് ഇങ്ങനെ പഴം തിന്നു പറയുന്ന പറഞ്ഞത്. കമോൺ, എനിക്കും വേണം, ഞാൻ പോരാ. നമ്മൾ ചെറയിലേക്കുള്ള റൂട്ടിൽ നിന്ന് പതുക്കെ ലെഫ്റ്റ് അടിച്ചിട്ട് കയറിയതാണ് ഒരു പോക്കറ്റ് റോഡ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ സാധനം നിങ്ങൾ നോക്കി കേട്ടോ, കംപ്ലീറ്റ് മറ്റേ പാതാറ് കെട്ടിയിട്ടാണല്ലോ ഇവിടെ. ഇവിടെ നല്ല രീതിയിൽ വെള്ളം അടിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, കടലിനടിച്ചിട്ട് വെള്ളം നിറച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ഇവിടെ ഒക്കെ വെള്ളമാണ്. ആ റോഡ് മൊത്തം നനഞ്ഞെടുക്കട്ടോ അങ്ങോട്ട്. സോ നമുക്കിവിടെ കയറി കഴിഞ്ഞാൽ പണി കിട്ടുമെന്നറിയില്ല. കയറി നോക്കാം കേട്ടോ. അങ്ങനെ അടിക്കുന്നുണ്ട് ഇവിടെ. എൻ്റെ മെയിൻ വെള്ളം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സീനാവും. മിക്കവാറും വെള്ളം എടുത്തുകൊണ്ട് പോകാൻ സാധ്യത. ഇവിടുന്ന് അങ്ങറ്റം വരെ ഫുൾ പാതാറാണ്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ലൊക്കേഷൻ എന്തായാലും ഇവിടെ ഇല്ല കേട്ടോ. പോയേക്കാം. ഇത് ശരിക്കും ഏതാ ഏരിയ? ഈ ഏരിയ, ഈ സ്ഥലത്തിന്റെ ബീച്ച് റോഡ് അല്ലേ? ഇവിടെ നമ്മളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണിച്ച പോലത്തെ ലൊക്കേഷൻ ഉണ്ടാവില്ല അല്ലേ?
ഇവിടെ എന്നറിയില്ല, ഞാറക്കലുണ്ട്, ഞാറക്കൽ ഭാഗങ്ങളുടെ ഉണ്ട്. ആണല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും ചെറിയൊരു പഴമൊക്കെ മേടിച്ച് കഴിച്ചിട്ടോ. നേരെ ഇവിടെ പോകാൻ കൈമാറുന്നു. നന്ദിയുണ്ട്. ഓക്കെ, നമ്മളിപ്പം ലൊക്കേഷൻ തേടിയുള്ള യാത്ര തുടരുകയാണ്. ഓക്കെ, കാണാം. ഇപ്പൊ ഞാറക്കലാണ് ഇങ്ങേ സൈഡിലാണ് ഉള്ളത്. നമ്മൾ പോകുന്നത് അപ്പുറത്ത് ഞാറക്കലിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എടവനക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മളിപ്പോ ഉദ്ദേശിച്ച പോലെ ലൊക്കേഷൻ ഉണ്ടെന്നാണ്. ഞാറക്കൽ കഴിഞ്ഞിട്ട് എടവനക്കാട്, ഞാറക്കൽ കഴിഞ്ഞിട്ട് എടവനക്കാട്, ഈ രണ്ട് സ്ഥലത്തിനുള്ളിൽ നമുക്ക് കിട്ടും. നോക്കാം. അങ്ങനെ നമ്മൾ ഞാറക്കൽ ബീച്ചിലെത്തിട്ടോ. ഞാറക്കൽ ബീച്ചിലെത്തി. അതെ, ബേബി കമോൺ. ഞാൻ ചേട്ടാ ഒറ്റ ചാട്ടം ഇപ്പൊ പോയേനെ. ഇത് കണ്ടോ, ഇവിടൊക്കെ അത്യാവശ്യം നല്ല കല്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്ക് കേട്ടോ. പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു വീട് കണ്ടോ ഇതില്? കാരണം എങ്ങനെയാണ് ഇവര് ഒരു കണ്ടോ, ഈ ഒരു വീടും കടലും ഇത്ര അടുത്താണ് കേട്ടോ. കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ്. പക്ഷെ നമുക്കും വിചാരിച്ചൊരു ആ ഏരിയ അങ്ങനെയല്ല. അതെ, നമുക്ക് പറ്റിയ ലാൻഡ്സ്കേപ്പ് അല്ല, അതാണ്. ഭിത്തി പൊളിച്ചിട്ടില്ലേ? ആ ഒരു JCB കൊണ്ടുവന്നാൽ നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് നമ്മുടെ ഒരു ഇതല്ലല്ലോ അവിടെ. അതെ, പറ്റുന്ന ഏരിയ അല്ല അതൊക്കെ അവിടെ ഒരു ഏരിയ കംപ്ലീറ്റ് ഇങ്ങനെ നടക്കും. അത് പൊളിച്ചോണ്ട് പോയതാ തോന്നുന്നുണ്ടല്ലോ അല്ലേ? കംപ്ലീറ്റ് എന്തോ കുറെ കല്ലും പൊട്ടൊക്കെ ഉണ്ടാവും. എന്തൊക്കെയോ വീടുകളൊക്കെ പൊളിച്ചോണ്ട് പോയതാ. നമ്മള് എടവനക്കാട് ഇവിടെ അങ്ങോട്ട് നമുക്ക് പറ്റണില്ല. വീടുകളുണ്ട്, പക്ഷെ നമുക്ക് പറ്റിയൊരു ഒരു ലൊക്കേഷനായിട്ട് കിട്ടുന്നില്ല. കമോണ്ടോ. ശരിക്കും ഇവിടെയൊക്കെ നല്ല തിര അടിച്ച് കയറുന്ന സ്ഥലം കേട്ടോ. നല്ല തിരയാണ് അടിക്കുന്നത്. കുറച്ച് ഡേഞ്ചർ സ്ഥലമാണ്. ഇങ്ങോട്ടൊക്കെ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. റോഡിലേക്ക് വെള്ളത്തിൽ ചെയ്യാണ്ടോ. അടിപൊളി. അതെ, ഇതിനോട് ചേർന്നിട്ടൊക്കെ ഒരു വീട് ഇരിക്കുന്നു നോക്കിയേ. ഡേഞ്ചറാണ്. ഇല്ല, ആ ഭിത്തി പ്രശ്നമാണ്, നമുക്ക് പറ്റില്ല. നമ്മളിത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അടിപൊളി ലൊക്കേഷൻ കണ്ടു കേട്ടോ. നമ്മുടെ വെബ് സീരീസിന് പറ്റിയതൊന്നുമല്ല, പക്ഷെ അടിപൊളി സീൻ നിങ്ങളൊന്ന് കണ്ടു കേട്ടോ. ഇത് ഈ ലൊക്കേഷനിൽ തന്നെ വേറൊരു സാധനം കാണിച്ചു കേട്ടോ. ഇത് നേരെ ഇതിന് പുറകിലുള്ള ഏകദേശം കടൽ ഭിത്തി പോലെ കെട്ടിയിട്ടുള്ളത്. എൻ്റെ ഇവിടെ ഒരു വീട് കണ്ടോ നിങ്ങൾ? ഈ സാധനം കണ്ടോ? ദേ പട്ടി 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 അവനോടിപ്പിക്കാൻ സാധ്യത, എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇവനോടിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയ പണി കിട്ടും. പട്ടി പട്ടി What the dog doing? അതല്ല, അവനോടൊക്കട്ടെ. കണ്ടോ, ഇത് പകുതിയോളം മണ്ണിനടിയിലാണ് കേട്ടോ ഈ സാധനം. മേൽക്കുരയാണ് കണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് വെളിയത്താംപറമ്പിൽ എന്നാണ് കേട്ടോ. വെളിയത്താംപറമ്പിൽ ബീച്ച് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഒരാളത്തെ എവിടെ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ടല്ലോ സക്കറി ചേട്ടാ, എവിടെ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ടല്ലോ. എവിടെ പോയി? മുള്ള ഒന്ന് പ്രകൃതിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി. ഇത് ഇവിടെ ഇതൊരു അബാൻഡൻഡ് ആയി കിടക്കുന്ന സ്ഥലം പോലെ ഉണ്ട് അല്ലേ ശരിക്കും? അതെ, കടൽക്ഷോഭമൊക്കെ വന്നിട്ട് കിടക്കുന്ന സ്ഥലമല്ലേ, അതുപോലത്തെ ഒരു ഫീല്.
സത്യം അവിടെയൊക്കെ പകുതി താഴത്ത്. അതെ അതെ അവിടെ ഒരു വീടൊക്കെ തല്ലിപ്പൊളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആരാ പരിചയമില്ലല്ലോ അത്. എവിടെ കടൽ വരുന്ന സ്ഥലം അതല്ലേ, എന്നാ പോയേക്കത്. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു വീട്, അതിനുള്ളിലൊക്കെ ഒരു വീടുകളുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി ലൊക്കേഷൻ, ഇഷ്ടപ്പെട്ടു. നമുക്ക് വേറെ ഏതെങ്കിലും കഥകൾക്കൊക്കെ വേണ്ടി വരും എന്ന് തോന്നുന്നു. ആ ആളെന്നെ ഓടിപ്പിക്കാമല്ലോ, ഞാൻ ആ വീട്ടിൽ അങ്ങോട്ട് പോകാൻ സമ്മതിച്ചില്ല, അപ്പോഴേക്കും കയറി വന്നു. അവനവിടെ ഇരിപ്പുണ്ട് കേട്ടോ, അവനത് അവിടെ ഇരിപ്പുണ്ട്, കാവലിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട് ആളെ. ഓക്കെ, അപ്പോൾ എന്തായാലും പോവാലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാം കേട്ടോ. അപ്പോൾ അവനെ ഇറങ്ങിന്ന്. അങ്ങനെ നമ്മൾ നേരെ വന്ന് അവസാനം നമ്മുടെ റോഡ് എൻ്റെ കേട്ടോ. വീടുണ്ടാവും തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് നമ്മളിപ്പോൾ എന്തായാലും ഒന്ന് ഇറങ്ങി അതിൽ പോകാന്നുള്ള പ്ലാനുണ്ടോ. അവിടെ ദൂരെ ഒരു വീട് കാണുന്നുണ്ട്, എന്തായാലും ഒരു നടന്നിട്ട് വരാം. അവിടെ കടൽ ഭിത്തി ഉണ്ട്, 2-3 വീടുകൾ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം അല്ലേ. കണ്ട് നിലവിൽ ആരും ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ, തെളിവുകൾ ശേഖരിക്കപ്പെട്ടു. അതെ, എന്തോ നിക്ഷേപിക്കാം. നമ്മൾ അങ്ങോട്ടുള്ള പോക്ക് ക്യാൻസൽ ചെയ്തു, കാരണം വെറുതെ പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അവിടെ കംപ്ലീറ്റ് ചെയ്തേ, കടൽ ഭിത്തി അത് അങ്ങ് വരെ ഉണ്ട്. സോ അതെ, നമ്മുടെ ലൊക്കേഷൻ ഇവിടെ ഇല്ല. നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണ്ടോ. ഇതേതാ സ്ഥലം ചേട്ടാ കറക്റ്റ്? ഏതാ? വെളിയത്താമ്പറമ്പ്. വെളിയത്താമ്പറമ്പ്. ഓക്കെ, വെളിയത്താമ്പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. വെളിയത്താമ്പറമ്പ്. യെസ്, ചെമ്മീൻ നല്ല നല്ല അടിപൊളി ചെമ്മീൻ അല്ലേ? എന്ത് പറയണ്ട സെക്രട്ടറി ചേട്ടാ, കുറച്ചെണ്ണം കൊണ്ടുപോകണം നമുക്ക്. പിന്നെ ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു സമയമാവും. നല്ല അടിപൊളി നല്ല ഫ്രഷ് ചെമ്മീൻ കേട്ടോ. കൂട്ടാ, നിനക്കെന്താ പറയുള്ളൂ? സൂപ്പറാണോ? കരിച്ചേട്ടൻ പോരുന്നില്ല കേട്ടോ, ആൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു തോന്നിട്ട്. എന്താണ് പോരാൻ തോന്നുന്നില്ല അല്ലേ? എന്ന് പറഞ്ഞാൽ എനിക്കൊരു പണ്ടാണ്, എനിക്ക് വല്ലാത്തൊരു ക്രേസാണ്. അത് മാത്രമല്ല ഈ ചെമ്മീൻ എന്നല്ല, മീൻ പിടിക്കുന്ന കാണുമ്പോഴേ ഒരു എന്താ പറയാന്, നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയാം. നമ്മള് പണ്ട് നമുക്ക് നമ്മുടെയൊക്കെ നാട്ടിൽ ചൂണ്ടയിടിയിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവിടെ വലയിട്ടില്ല. ഈ വലയിടാങ്കിൽ ചില കോമഡി പോലെ നമ്മളൊക്കെ വലയിടാങ്കിൽ ആ വലയുടെ കൂട്ടി നമ്മളിവിടെ പോകട്ടെ. ഓക്കെ ഏട്ടാ. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ നിന്ന് വിട്ടു. ഇനി അടുത്ത ഏകദേശം ചെറായി സൈഡ് ആണോ? ഇത് എത്തിയിട്ടില്ലല്ലോ അല്ലേ? ചെറായി എടവനക്കാട് ഏരിയ ആണെന്നാണ് പറയുന്നത് കേട്ടോ. എന്താ പറയുക, ചെറായി സൈഡിലേക്ക് നമ്മൾ പോകണം. ഓക്കെ, നമ്മളിപ്പോൾ നായരമ്പലം എന്ന് പറഞ്ഞുള്ള സ്ഥലത്തിട്ടോ. നേരെ കണക്കല്ലേ
കടൽ കാണുന്നുണ്ട്. പക്ഷേ റോഡ് ഭയങ്കര കംപ്ലൈൻ്റ് ആട്ടോ. ഇവിടെ നല്ല മോശം റോഡാണ്. വണ്ടിയായിട്ട് പോയി കഴിഞ്ഞാൽ പണിയായിട്ട്. ഇതേ നമ്മുടെ AD സിദ്ധാർത്ഥ് അവനോട് ഒരാളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് നമ്മൾ ഒരാളുകളോട് ചോദിക്കുന്നത് ഏകദേശം ഇതേപോലത്തെ ലൊക്കേഷൻസ് ഇവിടെ കിട്ടാനുണ്ടോ എന്നുള്ളത്. കഥയില്ല, വീടെല്ലാം പൊളിച്ചിട്ടേക്കോ. ഗ്രൗണ്ട് പുതിയ വീടുണ്ടാക്കി വെച്ചില്ല. ഗ്രൗണ്ട് ഇനി അങ്ങോട്ട് കഥയില്ല. സോ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ നേരെ തിരിച്ച് വേറെ ഏരിയയിലേക്ക് പോകാം കേട്ടോ. ഈ എടവനക്കാട് ബീച്ച് ശരിക്കും എവിടെ ആയിട്ടാ? പക്ഷെ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ലല്ലോ. വണ്ടി പോലെ നടന്നു പോവാ. അപ്പുറത്തോടി വേറെ വഴിക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കുന്നു. ഇത് തന്നെ ഉള്ളു വഴി. അവിടെ ഇവിടെ നേരെ കൊണ്ട് പോകാൻ പറ്റും. അവിടെ വീടുകളുണ്ടോ? ഞാൻ ചോദിക്കുന്നതേ, ചെറിയ താമസിക്കുന്ന ഓടിട്ട വീടുകൾ വല്ലതും ഉണ്ടോ? റിസോർട്ടല്ല ചോദിക്കുന്നത്. ആ ഫോട്ടോ കാണിച്ച മോനെ. അതേപോലത്തെ ഇത് കണ്ടു. ഇതേപോലത്തെ വീടുകളല്ലേ നമുക്കൊരു ചെറിയ ഷൂട്ടിങ്ങിന്റെ ആവശ്യനാ. ബീച്ചിനോട് ചേർന്ന് 2 വീടുകൾ ഞൊന്നും കിട്ടൂല. എവിടെയാണ്? ചെറായി കാണും ചിലപ്പോ അല്ലെ? എത്ര ദൂരം ഉണ്ട് ചെറായിക്ക്? 15 രൂപ. ശരി ശരി, പോയി നോക്കാം. ശരി ശരി, ഓക്കെ ട്ടാ. ഓക്കെ, അവർ പറയുന്നത് ഏകദേശം ചെറായി സൈഡിലുണ്ടെന്നുണ്ട് അവരുടെ. എങ്ങനെയാ അവരുടെ? ചെറായിലേക്ക് 15 രൂപ പോയി. അല്ലെന്നേ, ആ ചേട്ടൻ നമ്മൾ ചോദിച്ചു ചെറായിലേക്ക് എത്ര ദൂരം ഉണ്ട് ചേട്ടാ. നമ്മള് കിലോമീറ്റർ പ്രതീക്ഷിച്ചപ്പോ ചേട്ടൻ പറയണേ 15 രൂപ പോയിന്റ് എന്ന്. 15 രൂപ പോയിന്റ്. ഇവിടെ പണ്ടത്തെ രീതിയാണ്. ചേട്ടന്മാരെടുക്കണോ? ഇതാണ് ചെറായിക്ക് പോകാനായിട്ട് നേരെ പോയാൽ ഇവിടെ ബീച്ച് സൈഡിൽ നമുക്ക് അല്ല, ബീച്ച് സൈഡിൽ അല്ല ചെറിയ വീടുകൾ അങ്ങനെയല്ല നമുക്ക് ഷൂട്ടിങ്ങിന് പറ്റിയ ടൈപ്പ് ചെറിയ വീടുകൾ ഉണ്ടാവല്ലോ. ചെറിയ വീടുകളാ. നമ്മുടെ മധുരാജ സിനിമയില്ലേ, പോക്കിരാജ, ആ സിനിമ വീടാണ്. റിസോർട്ടല്ലേ? റിസോർട്ടല്ല, വെറുതെ ഒരു വീട്. ഫോട്ടോ നോക്കി നമുക്കിത് ഇവിടെ നിന്ന് നോക്കാം. ബീച്ച് കിട്ടും അവിടെ? ബീച്ച് സൈഡാണോ? ബീച്ച് കിട്ടില്ല. ബീച്ച് കിട്ടണമെങ്കിൽ ഇത്തിരി നമ്മുടെ ഇപ്പൊ ക്യാമറ ഒക്കെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ബീച്ച് കിട്ടും. ബീച്ച് സൈഡ് അല്ല. ബീച്ച് സൈഡ് അല്ല, ബീച്ച് സൈഡ് ഈ പിക്ചറിലെ നമുക്ക് തൊട്ടടുത്ത് ബീച്ച് കൂടെ വേണം. A few moments later. അങ്ങനെ നമ്മൾ വൈപ്പിൻ സൈഡൊക്കെ പോയി തിരിച്ചു വന്നിട്ടോ. നമുക്ക് വൈപ്പിൻ സൈഡൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മുടെ ക്യാമറ ഫില്ലായിപ്പോയി. സോ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ തപ്പിലുള്ള ഓട്ടം തുടരുകയാണ്. നമുക്ക് ഓക്കെ, അപ്പോഴത്തെ വീഡിയോയിൽ കാണാം. ബൈ.